ചെന്നൈ നെഹ്റു സ്റ്റേഡിയം. വർഷം 2013. തെന്നിന്ത്യൻ സിനിമയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്നു. ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളെല്ലാം മുൻനിരയിലുണ്ട്. പക്ഷേ അവിടെ അപമാനിതനായി തല താഴ്ത്തി നിൽക്കേണ്ടി വന്ന ഒരാളുണ്ടായിരുന്നു. തലൈവ എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞുവെച്ച ഭരണകൂടം അയാളെ വേട്ടയാടുന്നു. അവസാന നിമിഷം ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ആ നായകന് ഇരിക്കാൻ മുൻനിരയിൽ ഇടമില്ലായിരുന്നു. 4-ാം നിരയ്ക്കും പിന്നിൽ എവിടെയോ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ അയാൾ ഒതുങ്ങിക്കൂടി. സിനിമാ ലോകവും അധികാരവർഗവും അയാളെ എഴുതിത്തള്ളി. എന്നാൽ അന്ന് വിക്രം അയാൾക്കരികിൽ പോയിരുന്നു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇയാൾ തനിച്ചല്ല. അതേ സ്റ്റേഡിയം 13 വർഷങ്ങൾക്കിപ്പുറം 2026. 13 വർഷങ്ങൾക്ക് മുൻപ് ഏത് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു കസേരയ്ക്ക് വേണ്ടി അയാൾ അവഗണിക്കപ്പെട്ടോ അതേ സ്റ്റേഡിയത്തിലേക്ക് ഇന്ന് അയാൾ വരുന്നത് തമിഴ്നാടിന്റെ ഭരണാധികാരിയായിട്ടാണ്. ജനസാഗരത്തെ സാക്ഷിയാക്കി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ആ ശബ്ദം ചെന്നൈയുടെ ആകാശങ്ങളിലേക്ക് മുഴങ്ങുന്നു. ആ വാക്കുകൾ പൂർത്തിയാക്കാൻ ജനലക്ഷങ്ങൾ സമ്മതിക്കുന്നില്ല. ആർപ്പുവിളികൾ കൊണ്ട് നെഹ്റു സ്റ്റേഡിയം വിറയ്ക്കുകയാണ്. പണ്ട് അയാളിരുന്ന ആ പിന്നിലെ കസേരയിൽ നിന്നും ഇന്ന് തമിഴ്നാടിന്റെ സിംഹാസനത്തിലേക്കുള്ള ഈ ദൂരം അതൊരു സിനിമാ കഥയല്ല, പോരാട്ടത്തിന്റെ ചരിത്രമാണ്. അധികാരമേറ്റ ഉടൻ വിജയ് നടത്തിയത് വെറും പ്രഖ്യാപനങ്ങളല്ല. ആരാധനാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും 500 മീറ്റർ ചുറ്റളവിലുള്ള 717 ടാസ്ക് മാർക്ക് ഷോപ്പുകൾക്ക് ഒരൊറ്റ ഉത്തരവിൽ അടച്ചുപൂട്ടി. 2. മയക്കുമരുന്നില്ലാത്ത തമിഴ്നാട്. ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചുകൊണ്ടുള്ള ആദ്യത്തെ 3 ഫയലുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രഗ് ഫ്രീ സ്റ്റേറ്റായി തമിഴ്നാടിനെ മാറ്റുമെന്ന ഉറച്ച പ്രഖ്യാപനം. 6 മാസത്തേക്ക് ഭരണത്തിന് തടസ്സമുണ്ടാവില്ലെന്ന് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്ന തരംഗമായി വിജയ് മാറിക്കഴിഞ്ഞു. ഇന്നലെ വരെ അയാളെ തളർത്താൻ നോക്കിയവർക്ക് മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് ആ ജനനായകൻ നടന്നു വരികയാണ്. പണ്ട് പിന്നിലെ കസേരയിൽ ഇരുത്തിയവർക്ക് കാലം നൽകിയ മറുപടി. സിനിമയിൽ രക്ഷകൻ റോളെന്ന് പറഞ്ഞ് പലരും കളിയാക്കിയിരുന്നു. പക്ഷെ ഇന്നയാൾ തമിഴ്നാടിന്റെ രക്ഷകനാണ്.